ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ന്യൂ വീഡിയോ. ഇന്ന് കാണിക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ടും ടേസ്റ്റിയുമായിട്ട് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ക്യാബേജ് മഞ്ചൂരിയനാണ്. എല്ലാവർക്കും ഇഷ്ടമാണല്ലേ മഞ്ചൂരിയനൊക്കെ. അപ്പോൾ ക്യാബേജ് വെച്ചിട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാനൊരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ നോർമൽ കഴിക്കുന്ന ഗോബി അല്ലാണ്ട് വെജിറ്റബിൾസൊക്കെ കഴിക്കില്ലേ, സെയിം അതേ ടേസ്റ്റാണ്. ക്യാബേജ് വെച്ചുണ്ടാക്കുമ്പോൾ നല്ലൊരു ക്രഞ്ചിനെസ്സും നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ക്യാബേജ് ഒരു പകുതി കട്ട് ചെയ്തിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചതാണ്. ഈ ക്യാബേജ് ഞാൻ കുറച്ച് ഉപ്പിട്ട് നന്നായിട്ട് തിരുമ്മി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ സെപ്പറേറ്റ് വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ നിന്ന് തന്നെ വെള്ളം നന്നായിട്ട് ഇതേപോലെ ഇറങ്ങി വരും. അപ്പോൾ ഇതേപോലെ ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ക്യാരറ്റാണ്. തികച്ചും ഓപ്ഷണലാണ്. ആവശ്യമാണെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. ഞാൻ കളറിന് വേണ്ടിയിട്ടാണ് ക്യാരറ്റ് എടുത്തത്. ഇതൊരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പകുതി മതി നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ. ബാക്കി നമുക്ക് ഗ്രേവിക്ക് യൂസ് ചെയ്യും. അതേപോലെ വെളുത്തുള്ളിയും ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എത്ര ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്യുന്നു അത് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഞാനിവിടെ ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് എടുക്കുക. ഇത് കുറച്ച് മല്ലിയില, ഇത് സ്പ്രിംഗ് ഓനിയൻ, ഇത് മിക്സ് ചെയ്തതിന് ആവശ്യമായിട്ടുള്ള മൈദ. നിങ്ങൾ എടുക്കുന്നതിനനുസരിച്ചുള്ള മൈദയുടെ ക്വാണ്ടിറ്റി കൂട്ടിയും കുറച്ചെടുക്കാം. ഇതിനൊരു ക്രഞ്ചിനെസ്സിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ് നമുക്ക് വഴിയെ നോക്കാം. ഈ സമയത്ത് തന്നെ ഓയിൽ ചൂടാക്കാൻ വേണ്ടി വെക്കുക. ഡീപ് ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ നമുക്ക് അത് ചൂടായിട്ട് കിട്ടും. ഇനി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ക്യാബേജ് കണ്ടോ ഇതേപോലെ വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ടാണ് ഉപ്പ് ആഡ് ചെയ്തിട്ട് വെക്കാൻ പറഞ്ഞത്. അപ്പോൾ സെപ്പറേറ്റ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിനാവശ്യമായിട്ടുള്ള പൊടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ് എടുത്തത്. അത് ഫുള്ളായിട്ട് നമുക്ക് ആഡ് ചെയ്യാം. ഇത് മൈദ ഒരു 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഓൾറെഡി കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്യാബേജിന്. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആവശ്യമാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് കൈ വെച്ചിട്ട് തിരുമ്മിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പച്ചമുളകിന് പകരം വേണമെങ്കിൽ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എടുത്ത പൊടി കറക്റ്റാണ്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. ഇതിന് വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി നല്ല വെള്ളം വന്നിട്ടുണ്ടായിരുന്നു. ഇത് മിക്സ് ചെയ്തിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മതി നമുക്ക് വറുത്തെടുക്കാനായിട്ട്. ഓൾറെഡി ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിത് പെട്ടെന്ന് വറുത്തെടുക്കാം. എണ്ണ ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് വറുത്ത് കോരിയെടുക്കാം. ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് കൈ ഡിപ്പ് ചെയ്തിട്ട് കുറേശ്ശെയായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതേപോലെ ബോൾസ് ആക്കി എടുക്കുക. അപ്പോൾ ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു സൈഡ് ആയി വരുന്നുണ്ട്. നമുക്ക് മറ്റേ സൈഡും കൂടി മറിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും ഗോൾഡൻ ബ്രൗൺ ആവുന്ന പോലെ ഫ്രൈ ചെയ്തെടുക്കുക. ഇത് പെട്ടെന്ന് ഫ്രൈ ആയിട്ട് കിട്ടും. ഇപ്പോൾ കറക്റ്റ് പാകത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. സെയിം ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കുക. ഇനി നമുക്കത് കോരിയെടുക്കാം. ഇതേപോലെ ബാക്കിയുള്ളതും കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം.
ഞാനിപ്പോൾ ഇതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മഞ്ചൂരിയൻ റെഡിയാക്കി എടുക്കാം. ഞാൻ ഈ പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ എണ്ണ ആഡ് ചെയ്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കുക. വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് വരുമ്പോൾ എരിവിനുള്ള പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. അവിടെ ഒരു പച്ചമുളകാണ് എടുത്തത്. കുറച്ച് മുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഒനിയൻ കൂടി ഇട്ട് കൊടുക്കുക. ഇത് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഫ്രൈ ചെയ്തെടുക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ. ഇതിലേക്ക് സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം സോസുകളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കുക. 2.5 ടേബിൾ സ്പൂൺ സോയാ സോസും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഞാൻ കുറച്ച് ക്യാപ്സിക്കം കൂടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അത് കുക്കാവേണ്ട ആവശ്യം, ജസ്റ്റ് ഒരു ക്രഞ്ചിനെസ്സിന് വേണ്ടിയിട്ടാണ്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുക. ഇനി ഇതിൻ്റെ ടേസ്റ്റിനും ഒരു സ്വീറ്റ്നെസ്സിനും വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഷുഗർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കോൺഫ്ലവർ മിക്സ് ചെയ്ത വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് ബോൾസ് എല്ലാം ഇതിനോട്ട് ആഡ് ചെയ്യാം. ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവറാണ് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. അത് ഇതിനകത്ത് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഒരു 4 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഓൾറെഡി ബോൾസിനൊക്കെ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് അനുസരിച്ചിട്ട് വേണം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാൻ. ബോൾസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. ബോൾസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക. ആവശ്യമുള്ള കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്തെടുക്കുക. ഗ്രേവി എല്ലാം നന്നായിട്ട് പിടിക്കുന്നവരെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ച സ്പ്രിംഗ് ഒനിയൻ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടോടുകൂടി ചപ്പാത്തിയുടെ കൂടെയോ നാനിൻ്റെ കൂടെയോ പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഫ്രൈഡ് റൈസ് ആണെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ക്യാബേജൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഈസിയാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കുന്ന സെയിം അതേപോലെയാണ്, പക്ഷേ നമ്മൾ ക്യാബേജാണ് യൂസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് സെർവ് ചെയ്യാം. ഞാനിപ്പോൾ നാനിൻ്റെ കൂടെയാണ് സെർവ് ചെയ്തത്. ചപ്പാത്തിയുടെ കൂടെയോ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നല്ല ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ബോൾസൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ.
അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതേപോലത്തെ നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.